നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു പാസ്ത റെസിപ്പിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പാസ്ത കൊണ്ടാണ് ഇത് റെഡിയാക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണിത്, നല്ല ഈസിയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. നമ്മൾ ഈ രീതിയിൽ ഒരു തവണയെങ്കിലും പാസ്ത ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനേ തോന്നില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന ഈ ഫ്രഷ് പാസ്തയ്ക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇടാനായിട്ട് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് വരെ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയും കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് 1 മുട്ട ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മുട്ട ചേർക്കാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മാവിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് കൂടും. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പാസ്തയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഗോതമ്പിൻ്റെ ഒരു ചുവയൊന്നും നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. പിന്നെ പാസ്തയ്ക്ക് നല്ലൊരു ടെക്സ്ചറും കിട്ടും, പെട്ടെന്ന് മുറിഞ്ഞു പോകുമൊന്നുമില്ല. അതുകൊണ്ടാണ് മുട്ട ചേർക്കുന്നത്. ഇനി നിങ്ങൾ മുട്ട തീർത്തും കഴിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ തവിടെണ്ണയോ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ടൊരു മാവ് തയ്യാറാക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടിപ്പോരുത് കേട്ടോ. കൂടുതൽ ഒട്ടലുള്ള ഒരു മാവായിട്ടല്ല നമുക്ക് വേണ്ടത്, കുറച്ച് ടൈറ്റ് ആയിരിക്കണം. ചപ്പാത്തി മാവിലേക്ക് ചേർക്കുന്ന അത്രയും വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ഏകദേശം ആ ഒരു ലെവലിലുള്ള മാവാക്കിയാൽ മതി. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ സൈസ് അനുസരിച്ച് പിന്നെ പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ഞാനിവിടെ ആശീർവാദ് ശർബത്തി ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വലിപ്പമുള്ള മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് വേണ്ടി വന്നത്. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കേണ്ടത് എപ്പോഴാണ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു മാവായി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മാവ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഷേപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. പരത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് 2ആയിട്ട് മുറിക്കുകയാണ്. ഇനി ഇതൊരു ബോൾ പോലെ ആക്കിയെടുക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വിതറി കൊടുക്കണം. ഈ മാവ് അതിൽ ഒട്ടിപ്പിടിക്കായിരിക്കും. പിന്നെ ഈ പൊടി ഉണ്ടെങ്കിൽ ഇത് പരന്ന് കിട്ടാനും എളുപ്പമായിരിക്കും. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. കാരണം നമ്മൾ ഈ പാസ്ത വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അതൊന്നുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ കൂടുതൽ കട്ടിയിൽ പരത്തിയാൽ പാസ്ത വെന്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു കട്ടിയായി പോകും. അപ്പം നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. ഇതേപോലെ ഒരു ദീർഘചതുരാകൃതിയിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ കൂടുതൽ സൗകര്യമായിരിക്കും. ഇനി എത്രമാത്രം കട്ടിയിലാണ് നമ്മൾ പരത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടിയിൽ ഇതുപോലെ കൈവച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈ ഇതിലൂടെ നന്നായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കട്ടിംഗ് ബോർഡ് ആണെങ്കിൽ ആ കട്ടിംഗ് ബോർഡിലുള്ള ലൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും കനം കുറഞ്ഞു വരണം. ഇപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് ഷേപ്പ് ചെയ്യാം. ഒരു ഷേപ്പ് അനുസരിച്ചാണ് പാസ്തയ്ക്ക് പേരുള്ളത്. ഏതാണ്ട് 600 വെറൈറ്റി തരം ഷേപ്പുള്ള പാസ്തയുണ്ട്. പിന്നെ ഓരോ ഷേപ്പ് അനുസരിച്ചും ഈ പാസ്തയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന സോസിനും വ്യത്യാസമുണ്ട്. ഇതേപോലെ റിബൺ ഷേപ്പുള്ള പാസ്തയ്ക്ക് ഫെറ്റൂച്ചീനെ എന്നാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പുള്ള പാസ്തയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കണം. എന്നിട്ട് ഇതിന് നടുവിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതിന് ബോറ്റൈ പാസ്ത അല്ലെങ്കിൽ ഫർഫാലി എന്നാണ് പേര്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടാം. അവർക്ക് നല്ല ഇഷ്ടമാവും ഇതിങ്ങനെ ഷേപ്പ് ചെയ്യാൻ. അപ്പം ഇതാണ് നമ്മുടെ ബോറ്റൈ പാസ്ത. ഇനി നമുക്ക് വേറെ ഷേപ്പിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ റെക്ടാങ്കിൾ ഷേപ്പിൽ കുറച്ച് ഷീറ്റ് പോലെയുള്ള പാസ്ത ആക്കുവാണെങ്കിൽ ഇത് ലസാനിയ പാസ്തയാണ്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ലസാനിയ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടും ലസാനിയ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതൊന്നുകൂടി തിൻ സ്ട്രിപ്സ് ആയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇതാണ് സ്പാഗറ്റി പാസ്ത. പിന്നെ ഇതിനു മുമ്പ് ഞാൻ നൂഡിൽസിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് പൊടി കൊണ്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇടിയപ്പത്തിന്റെ അച്ചിൽ കൂടി പ്രസ് ചെയ്യാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് പേര് അതിനെ പ്രസ് ചെയ്യാനായിട്ട് നല്ല പ്രയാസമുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിൽ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തിൻ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പാസ്ത എങ്ങനെ വേവിച്ചെടുക്കണം, ഇതിന്റെ സോസ് എങ്ങനെ റെഡിയാക്കണം എന്നൊക്കെ കാണാം. ഇതിനു മുമ്പ് ഞാൻ വൈറ്റ് സോസ് പാസ്ത, റെഡ് സോസ് പാസ്തയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ രീതിയിലും നിങ്ങൾക്ക് ഇതിനുള്ള സോസ് റെഡിയാക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ മസാല ഉപയോഗിച്ചിട്ടുള്ള പാസ്ത റെസിപ്പിയാണ്. ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട്
അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. ഇനി 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ളത് അതും ചേർത്തിട്ട് നന്നായിട്ട് അത് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതേ സമയം തന്നെ വേറൊരു അടുപ്പിൽ പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഒരു പാത്രത്തിൽ ഒരു 1.5 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ച് അവിടെ തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഇത്രയാണ് ചേർക്കുന്നുള്ളൂ. ഇത് ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതും വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ പാസ്ത വേവിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ വെട്ടി തിളച്ച് വന്ന ശേഷം വേണം നമ്മൾ പാസ്ത വേവിക്കാനായിട്ട് ഇടാനായിട്ട്. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ആ പാസ്തയിലേക്കും കൂടി ചേരാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഷേപ്പ് ചെയ്തിട്ടുള്ള പാസ്ത ചേർക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇത് വേവിച്ചാൽ മതിയാകും. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കോളും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാസ്ത പോലെയല്ല. ഈ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ വെന്ത് വന്നു കഴിഞ്ഞാൽ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ സീസണിങ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിൽ ഇപ്പോൾ ഒറിഗാനോ ഉണ്ട്, ഞാൻ കുറച്ച് ഒറിഗാനോയും കൂടി ചേർക്കുവാണ്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില അതും കൂടി ഇനി ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇത് സിമ്മിലാക്കി വെക്കുക. ഇപ്പം നമ്മുടെ പാസ്ത ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. പാസ്ത പാകത്തിന് വെന്ത് വന്നു കഴിയുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. ഇങ്ങനെ ഇതെല്ലാം മുകളിലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കൂടി ഇനി കുക്ക് ചെയ്താൽ മതി. എന്നിട്ടിത് ഇതിൽ നിന്ന് കോരിയെടുക്കുക. ഇങ്ങനെ ഇത് കോരിയെടുത്ത് നേരെ തന്നെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ സോസിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ഇതിൽ അല്പം ചീസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ആ പാസ്ത വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രുചികരമായിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ പാസ്ത വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ പാസ്തയേക്കാളും ഒത്തിരി ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഈ പാസ്ത നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതിന് ഈ പാസ്ത ആദ്യം ഷേപ്പ് ചെയ്തിട്ട് പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ട്രെയിലോ നിരത്തിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ തണുത്ത് ഒന്ന് ഉറച്ച് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് ഒരു കവറിലാക്കിയിട്ട് ഇത് സൂക്ഷിക്കാം, ഫ്രീസറിലാക്കി വയ്ക്കാം. പിന്നെ അത് ഒട്ടിപ്പോവൊന്നുമില്ല. പിന്നെ നമ്മൾ വേവിക്കേണ്ട സമയത്ത് നേരെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് അതിൻ്റെ തണുപ്പ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നേരെ വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.